ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുക്കർ ബിരിയാണി ആയാലും ആദ്യം നമ്മൾ കുക്കർ അങ്ങോട്ട് വെച്ചാൽ മാത്രം പോരാ, ഗ്യാസ് ഓണാക്കാൻ മറക്കരുത് കേട്ടോ. അതങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ സവാള ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് അങ്ങോട്ട് വയറ്റിയിട്ട് അങ്ങോട്ട് വല്ലാണ്ട് വയറ്റാൻ നിൽക്കണ്ട. കുറച്ച് വയറ്റിയതിന് ശേഷം നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി അത് നന്നായിട്ട് ചതച്ചത് അങ്ങോട്ട് കൊട്ടുക. അതിൻ്റെ പച്ചമണം മാറണ വരെ വീണ്ടും വയറ്റുക. വയറ്റുന്നില്ലല്ലോ നമുക്ക് പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തക്കാളി കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ട് വയറ്റിയിട്ട് നമ്മുടെ സ്പൈസസ് ഇടുക. അത് നമുക്ക് ഏതൊക്കെയുള്ള അതൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് മല്ലിയില പുതിനയില ഇടുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം വന്നു ചിക്കൻ. ചിക്കൻ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് ഇളക്കുക. ഇത് ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അങ്ങനെ അതും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. വീണ്ടും ഇളക്കി അത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു വിസിലിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതേ വന്നു വിസിൽ. എന്നിട്ട് അത് തുറന്ന് വിസിലൊക്കെ പോയി തുറന്നിട്ട് നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് ഒരു വിസിലിൽ അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട് ഗൈസ്. പക്ഷേ എനിക്കൊരു ചെറിയൊരു കുറവ് തോന്നിയത് നമുക്ക് അരി ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. ഞാനെന്തൊരു ഹൈദരാബാദി ബിരിയാണി അരിയാണ് എന്തോണ് വാങ്ങിച്ചത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, വിനോദത്ത് ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് ഓക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അരി വേറെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ ഫുഡ് കഴിക്കാനിരുന്നു. ബിരിയാണി, സാലഡ്, അച്ചാർ, പിന്നെ കുറച്ച് മാംഗോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിരച്ച മാങ്ങ, ഓവർ മധുരമില്ല. അത് വിനോദനും അല്ലുനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാനും കഴിക്കുന്നുണ്ട്, കാരണം എരിവ് ബാലൻസ് ആയി പോകുന്നുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ കാണാം. ബൈ.